ഓ രക്ഷപ്പെട്ടു. കണ്ണടച്ചുകൊണ്ട് ദേവിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തോണ്ട് ഇവളെങ്ങാനും കണ്ണുറന്ന് നോക്കിയ എന്നെ 4 പാട് തലങ്ങും വിലങ്ങും വെട്ടി കാക്കി കിട്ടുകൊടുക്കും. അവള് കണ്ണുറന്ന് നോക്കുന്നതിന് മുന്നേ അവളുടെ കൺവെട്ടിച്ച് ഒന്ന് രക്ഷപ്പെട്ടടാ എന്റെ മധുരപ്പാണ്ടി. അമ്മേ മഹാമയേ. അതെ, എവിടേക്ക് പോണേ? വെള്ളം ഇട്ടിട്ട് ഏത് ഓഫീസിലേക്ക് പോണേ? എന്താ പാണ്ഡ്യമേ, കെട്ടിയും കുളിച്ചൊരുങ്ങി പുറത്തോട്ട് പോകുമ്പോ ഭാര്യ എന്താ ചെയ്യണ്ടേ? നല്ല ചിരിച്ച മുഖത്തോടെ വാതിലിന്റെ അവിടെ നിന്ന് നല്ലൊരു പ്ലെയിൻ കിസ് കൊടുത്തിട്ട് പറഞ്ഞയക്കണം. അങ്ങനൊന്നും ചെയ്ത എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇല്ല, നിങ്ങളെ അയക്കാൻ ഞാൻ താലപ്പൊലി എടുത്തിട്ട് വരാം. കൊറേ കാശ് സമ്പാദിച്ചിട്ട് ഭാര്യക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന പോലെ നിങ്ങൾ എന്ന് മാറുന്നുവോ അന്ന് ഞാനും മാറും. സാധാരണ പിയൂണ് തൊട്ട് കളക്ടർ വരെ ഈ ഞാൻ പറഞ്ഞാൽ മാത്രമേ ജോലിയെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള എന്റെ നിലയും വിലയും മറന്നിട്ടാണോ ഈ സംസാരിക്കുന്നേ? ഇതൊക്കെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചു വരുന്നില്ലേ കുറെ മണ്ടന്മാര്, അവരോട് പോയി പറ. എന്റെ അടുത്തൊന്നും പറയണ്ട. 1/2 മണിക്കൂറിനുള്ള നിങ്ങൾ കാശായിട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ അവിടെ വന്ന് നാണം കെടുത്ത് നോക്കിക്കോ. നോക്ക് പാണ്ഡ്യമ്മ, പുതിയ ജീവിതം തുടങ്ങുന്നവർ കുടുംബത്തെ പറ്റി ഒന്നും ചിന്തിക്കാനേ പാടില്ല. നാളെ രാവിലെ ഈ വീടിന് മുമ്പില് പലിശക്കാരും കടം കൊടുക്കാനുള്ളവരും എല്ലാം ഇവിടെ വന്ന് നിൽക്കും, നോക്കിക്കോ. അവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ നിക്കർ അവര് കീറിക്കളയും. ഇതിനൊന്നും നിങ്ങൾക്ക് നാണക്കേടില്ലല്ലേ? നോക്ക് പാണ്ഡ്യമ്മ, എന്നെ വിശ്വസിക്കേ, ഞാൻ എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്യാം. ആ ദേവി ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല. തൊഴാൻ പോയ ദൈവം എതിരെ വന്നതുപോലെ ആരെങ്കിലും നമ്മളെടുത്തൊന്നും പെടാതിരിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോ നീ വിഷമിക്കണ എന്തിനാ? നേതാവേ, നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആർക്കനോട് ഓർഡർ റേറ്റ് ഒരു ചേർത്തിട്ട് വാ. വരൂ, എനിക്ക് ആവശ്യം തന്നെ. ഇന്ന് നിങ്ങളുടെ ലെക്ക എന്നെ കാണണം എന്നുള്ളത് വിധിയാ. 2 മിനിറ്റ് ലേറ്റായിട്ട് വന്നിരുന്നെങ്കിലേ ഈ എന്നെ എന്തായാലും നിങ്ങൾ മിസ് ചെയ്തിരിക്കും. അല്ല, എന്ത് കാര്യത്തിന് വേണ്ടിയാ വന്നേ? എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫറിന് വേണ്ടി കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുമല്ലേ. വെയിറ്റ് ആയിട്ട് വന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വെയിറ്റ് ആയിട്ട് വന്നത് കൊണ്ടാ നമ്മുടെ ഉള്ളൂരിലുള്ള ഏകാംബരത്തിന് റേഷൻ കടയിലെ ജോലിയും, അട്ടപ്പാടിയിലുള്ള ദാമോദരന് സെക്രട്ടേറിയറ്റിലെ ജോലിയും, കാട്ടക്കടകളിലെ അനീഷിന് വിയോ ജോലിയും വാങ്ങിച്ചു കൊടുത്തത്. നേതാവ്, ഇതൊക്കെ പുറം നാട്ടുകാരല്ലേ, നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും ജോലി വാങ്ങിക്കൊടുത്തില്ലേ? സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുത്തത് ഒരച്ഛന് എങ്ങനെയാടാ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നേ? അത് നാണക്കേടല്ലേ? അതുപോട്ടെ, പോക്കറ്റിൽ എത്രയാ വച്ചേക്കുന്നേ? അത് എന്റെ മോന്റെ ഫീസ് അടയ്ക്കാനുള്ള കാശേ കയ്യിലുള്ളൂ. അതെ, നോക്ക്, അണ്ണാതുര തൊട്ട് നമ്മുടെ അബ്ദുൽ കലാം വരെ എല്ലാവരും ഗവൺമെന്റ് സ്കൂളിലാ പഠിച്ചത് തന്നെ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഒന്നും പറയാതെ നിന്റെ ചെക്കനെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പറഞ്ഞു വിട്ടേക്ക്. പഠിക്കുന്നവനാണെങ്കിൽ എവിടെ ഇരുന്നാലും പഠിക്കുമെന്നേ. നീ ആ പൈസ ഇങ്ങ് തന്നേക്ക്. നേതാവേ, എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫർ അതല്ല, ഞാൻ നോക്കിക്കൊള്ളാം, നീ ഒന്നും പറയണ്ട. അതെ പാണ്ഡ്യപ്പേ, നീ എവിടെ എന്തെടുക്ക? ഒന്ന് വേഗം വായോ. ഞാൻ വന്നു. നീ എന്തൊക്കെയോ പറഞ്ഞോട്ടെന്നല്ലേ, നിന്റെ പ്രശ്നമല്ല ഇത് വെച്ച് തീർത്തേക്ക്. ഇങ്ങോട്ട് വന്നേ, ചിരിച്ചേ, ടാറ്റ കാണിച്ചേ. ഇനിയൊരു പ്ലെയിൻ കിസ് വന്നേ. ഈ സന്തോഷത്തോടെ അത് വെക്കോ. അതിനെ പറ്റി നീ പഠിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റന്നേ പറഞ്ഞേട്ടല്ലേ. പാണ്ടിച്ചാട്ടോ, ഇന്ന് ഏത് ആടിനെയാ കിട്ടിയത്? ആടൊന്നും കയ്യിൽ കയറിയില്ലെന്നേ, ഇന്നൊരു കോഴിക്കുഞ്ഞാ കയ്യിൽ കയറിയത്. കുഞ്ഞിനെയും വിട്ടില്ലേ നിങ്ങള്? ഒരു കുഞ്ഞിനെ നല്ല തടവി വളർത്തിയെടുത്താ നാളെ അതൊരു കോഴിയാവൂലേ? അന്ന് അതിനെ വെട്ടിക്കീറി കറി വെക്കാമല്ലോ. നല്ല തത്വം പറച്ചിലാണല്ലോ. രാഷ്ട്രീയക്കാരനായി പോയില്ലേ. എന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നമുള്ളവരെയും ഈ പാണ്ഡ്യന്റെ കളികൾ തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. നോക്ക്, ഇപ്പൊ തന്നെ അടിച്ചു കണ്ടില്ലേ? കണ്ടോടാ, ഭാഗ്യം ഇന്ന് ഈ ചേട്ടന്റെ സൈഡിലാടാ. എല്ലാം വാരി എടുക്കുന്ന കണ്ടില്ലേ? എന്താ എല്ലാ കളിയും നിങ്ങൾ തന്നെയാണല്ലോ ജയിക്കുന്നത്. എങ്ങനെയാട്ടാ? അതിനെല്ലാം ഒരു യോഗം വേണോണ്ടാ. കണ്ടില്ലേ ദേവ, എന്നെ കണ്ടത് മുഖം തിരിച്ചത്. ഞാനെന്തിനാ അവനോട് സംസാരിക്കണം? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല ദേവ, അവളോട് ചോദിക്ക്. എന്നെ അവന് ഭയങ്കര സംശയമാണ് ദേവ. അവളാ ദേവ എന്നെ സംശയിക്കുന്നേ. ആദ്യം പരസ്പരം വിശ്വാസം വേണം, ഒളിവും അറിവ് പാടില്ല. സംശയിക്കുന്നത് പ്രണയത്തെ വേദനിപ്പിക്കുന്നതിന് സമമാണ്. അപ്പൊ തന്നെ സംസാരിച്ച് തീർത്താൽ മനസ്സിനൊരു ആശ്വാസം കിട്ടും. വിട്ടുവീഴ്ചയും ക്ഷമയുമാണ് പ്രണയത്തിന്റെ അടിത്തറ. ജീവിക്കുന്ന ഓരോ സെക്കൻഡും പ്രണയിക്കണം, അതാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇനി നിങ്ങൾ രണ്ടുപേരും വഴക്കൂടാൻ പാടില്ല, കാരണം ഇത് ഞാൻ ചേർത്ത് വെച്ച പ്രണയമാണ്. അടുത്ത് വരൂ. ഇനി സന്തോഷം മാത്രമേ പാടുള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. നമ്മുടെ പ്രണയം പോലെ ദേവയുടെ പ്രണയം ജയിക്കണം. ഗോമതി, ഹായ് ചേച്ചി. ഇതാ ഇതിലെ 2 സെറ്റ് യൂണിഫോം ഉണ്ട്. താങ്ക്സ് ചേച്ചി. അത് ശരി, അമ്മ എവിടെ? അകത്തുണ്ട്. വീട്ടിൽ പലിശക്കാരങ്ങൾ വന്നിട്ടുണ്ട്, അയാളോട് സംസാരിച്ചോണ്ടിരിക്കാം. അതുകൊണ്ട് അമ്മ എന്നോട് പുറത്ത് കളിക്കാൻ പറഞ്ഞു. വാ മോളെ, കാപ്പി കുടിച്ചിട്ട് പോവാം. ഇല്ല വേണ്ട ചേച്ചി,
യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് മോക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്ന് കേട്ടു. അതുകൊണ്ട് തുണിയെടുത്ത് 2 സെറ്റ് യൂണിഫോം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നു. തയ്യക്കൂലി തരാൻ തന്നെ എൻ്റെ കാശില്ല മോളെ. അതിൻ്റെ ഇടയിൽ ഈ 2 സെറ്റ് തുണി. എനിക്കറിയാം ചേച്ചി ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാട്. പക്ഷെ കുഞ്ഞുങ്ങളത് അറിയാൻ പാടില്ല. അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. മാനമായിട്ട് ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട് ചേച്ചി. നിങ്ങൾക്കത് ഞാൻ തെറ്റായ വഴി കൂടി പോയെന്നാണോ? ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല മോളെ. ഇവളുടെ ഭാവി ഓർത്ത് മാത്ര ഞാൻ ആ ദുഷ്ടന്റെ നിന്ന് കാശ് കടം വാങ്ങിച്ച്. അതോടുകൂടി ഇപ്പൊ എന്റെ ജീവിതം നരകായി. ആരോടാ സംസാരിക്കുന്നേ? എന്താ തേനെ, കാശ് വല്ലതും വേണോ? നിനക്ക് നേരിട്ട് ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ അത് മനസ്സിലാക്കാതെ പഞ്ചവർണത്തിന്റെ അടുത്ത് പറഞ്ഞ് അവള് വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് എന്തിനാ ഇതൊക്കെ? എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല. ഇത് തന്നെയാ അവളും പറയുന്നേ. മുതൽ അങ്ങനെ തന്നെയുണ്ട്, പലിശ മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ പോട്ടെ, അടുത്ത മാസം കാണാം. ഗോമതി, ഞാൻ പോട്ടെ മോളെ. അമ്മ വേലി ചാടിയ മകള് മതില് ചാടുമെന്ന് കേട്ടിട്ടില്ലേ? ഇവളുടെ ജീവിതം എങ്ങനെയാവണമെന്ന് നിങ്ങളാണ് ചേച്ചി തീരുമാനിക്കേണ്ടത്. അതെ, ഒരു കോൾ ചെയ്തോടെ. ഒരു കോൾ എന്തിനാ? 100 കോൾ ചെയ്തു. താങ്ക്സ്. അളിയ, ഞാൻ ഒരു കവിത പറയാം. അതെങ്ങനെയുണ്ടെന്ന് പറയോ? നിന്റെ മുടിയുടെ ഗന്ധം എന്നെ നല്ലൊരു മനുഷ്യനാക്കുന്നു. നീ സമ്മതിക്കുവാണെങ്കിൽ നിന്റെ നിലാവ് പോലെയുള്ള നെറ്റിയിൽ ഞാനൊരു ചുമന്ന സൂര്യനായി എന്നും ഉണ്ടാകും. എൻ്റെ ആകാശത്തിൽ എപ്പോഴും 2 ചന്ദ്രൻ. അതാണ് നിന്റെ മിഴികൾ. ഞാൻ മീനായി മാറാൻ സമ്മതമാണ്. നിന്റെ വീട്ടിൽ നിന്റെ കൺമുമ്പിൽ നീ സമ്മതിക്കുവാണെങ്കിൽ മാത്രം. അവസാനമായി പറയുന്നു, നിന്നിൽ ഞാൻ, എന്നിൽ നീ. എങ്ങനെയുണ്ടാ? തകർത്തു. കവിത സൂപ്പർ. എന്റെ മനസ്സിൽ ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ഒരു സത്യം പറയട്ടെ, എന്താ? നിങ്ങളുടെ കവിത തേൻ പോലെ മധുരമുണ്ട്. താങ്ക് യു. നിനക്ക് ശരിയല്ലേ ജി? മനസ്സിലായില്ലേ? കവിത സൂപ്പർ അല്ലേ? എന്താടാ? ഇവിടെ ഞാൻ പറഞ്ഞ കവിതയൊന്നും കേട്ടില്ല. ഈ ചേട്ടൻ പ്രണയത്തെ പറ്റി ഒരു കവിത പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട്. ഏയ്, മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ കഥകളൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഭയങ്കര മോശാടാ. കവിതയ്ക്ക് വേണ്ടി എന്റെ കൂട്ടുകാരന്റെ കാലിൽ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുന്നെന്താ? പ്രണയിക്കുമ്പോ കണ്ണ് മാത്രല്ല ചെവിയും കൂടി ശ്രദ്ധിക്കണം.